ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ഈ നിമിഷത്തിൽ എന്താണ് ഓർക്കുന്നത്, അയാൾ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജേണൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ട്രഡീഷണലി ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളും ഒക്കെയാണ്. ഒരുപാട് നോളജ് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തിക്ക് അറിവുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് ഒരുപാട് ആൾക്കാർ, അതായത് ഒരുപാട് ഒരു സേഫ്റ്റി ഫീലൊക്കെ നൽകുന്നൊരു പേഴ്സൺ, ചിലപ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡൊക്കെ ഉള്ള ആളായിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഒപ്പം കൂടി അയാൾ വളരെയധികം എന്താ പറയുക, ഒരു ടീം വർക്ക് അതല്ലെങ്കിൽ അതേപോലെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ നല്ലതുപോലെ ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇയാളുടെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഒരുപാട് റിലീജിയസ് ആണ്, ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ. അത് ചിലപ്പോൾ യൂണിവേഴ്സൽ സ്പിരിച്വലായിരിക്കാം, അതല്ല എങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട് ഇതൊരു റിലീജിയസ് സ്പിരിച്വാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതിൽ അയാൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ വെളിയിൽ കാണിക്കുന്നില്ല എങ്കിലും അതിന് അയാൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. അയാളുടെ റിലീജിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ റൂട്ട് എവിടെയാണോ അതിൽ അയാൾ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും എന്താണ്, ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇയാൾ എവിടെ ചെന്നാലും ഇയാൾ അവിടെ ആ ഒരു ഏരിയയിൽ ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യും. ആൾക്കാരോടൊക്കെ വളരെ ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു സമയത്ത്. കാരണം എന്ന് വെച്ചാൽ ഇയാളൊരു വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ, അതായത് അയാൾ രണ്ട് തരത്തിലാണ് അയാൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇയാളുടെ ഉള്ളിൽ ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻ, ഇപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയാളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇയാൾ വെളിയിൽ കാണിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആവത്തില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ഹാർട്ട് വൈസ് അല്ല ഇയാൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇമോഷൻസിനോടൊന്നും ഇയാൾ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷേ കൂടുതലും അയാൾ ബ്രെയിൻ യൂസ് ചെയ്താണ്. അപ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ടാണ് അയാൾ ഓരോ നീക്കങ്ങളും ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ അയാളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ അതല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒരുമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് അയാൾ മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. കാര്യം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫാമിലിയിലോട്ട് കയറി ചൊല്ലുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോണേന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട്, അതായത് കാര്യങ്ങൾ കുറേ കൂടെ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് സ്നേഹക്കുറവുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹവും കുറവില്ല, അങ്ങനല്ല. അയാൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അയാൾ കൂടുതലും ചിലപ്പോൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ, ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അയാൾ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടം ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ എല്ലാം വളരെ സീരിയസ്, ചിലപ്പോൾ പ്രകടനങ്ങളൊക്കെ പുറത്തോട്ട് വളരെ ഇതിലൊന്നും കാണിക്കത്തില്ല, ലിമിറ്റഡ് ആണ്. പക്ഷെ ഉള്ളിലൊക്കെ അയാൾക്ക് ഇഷ്ടമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മദർലി ടൈപ്പ് ഓഫ് എനർജിയാണ്. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ്. എല്ലാവരോടും വളരെ ആത്മാർത്ഥവും സ്നേഹത്തോടു കൂടിയും വളരെ ഇതിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ ക്യാച്ച് ചെയ്യും. നിങ്ങളും വളരെ ബുദ്ധിപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ
ഇത് മേ ബി ഒരു സോൾമേറ്റ് കണക്ഷൻ അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളെ ബ്ലെയിം ചെയ്തും അയാളെ കുറ്റപ്പെടുത്താതെയൊക്കെ നിങ്ങൾ അത് ഓക്കെ ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിപ്പോൾ ഇങ്ങനത്തെ ഒരു സോൾ കണക്ഷൻ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പോകാനുള്ള ഒരു ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ആ ഒരു പേഴ്സൺ പോയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഒരുപാട് നിങ്ങളിലോട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. നിങ്ങൾ എത്രയൊക്കെ രണ്ടുപേരും സ്പിരിച്വലിയും രണ്ടുപേരും സോൾ വൈസ് കണക്റ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കാർമിക് കണക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അങ്ങനെയുള്ള എനർജീസൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും അയാൾ തിരിച്ചു പോയപ്പോൾ അയാൾ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു പവറിൽ നിന്നൊക്കെ മാറി, നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എനർജിയിൽ നിന്നൊക്കെ മാറി അയാൾ ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് ആണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദുഃഖമുണ്ട് ആ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അയാൾ ഒരുപാട് രാത്രി സമയങ്ങളിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾ നിങ്ങളെ കാര്യം തന്നെയാണ് അയാളുടെ മൈൻഡിൽ, അയാളുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അയാൾ നിങ്ങളിലോട്ട് മാത്രം അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ വിചാരം മാത്രമാണ് അയാളുടെ മൈൻഡിലുള്ള. അയാൾ നേരത്തെ ഒരു സോഷ്യൽ ബേർഡ് ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അയാൾ അതിൽ നിന്നൊക്കെ മാറി ഒതുങ്ങിക്കൂടി ലൈഫിൽ എന്തോ അയാൾക്ക് എന്തൊക്കെയോ ചിലപ്പോൾ നിങ്ങളെ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ട് അയാൾ ചിലപ്പോൾ ഒരു മൈൻഡ് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും മാറിയത്, എല്ലാവർക്കും സേഫ് ആവട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ അതിലിപ്പോൾ അയാൾ ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളോട് അയാൾ എന്താണോ കാണിച്ചിട്ടത്, ഓരോരുത്തർ സിറ്റുവേഷൻ പോലെ എടുക്കുക, നിങ്ങളോട് എന്താണോ അയാൾ കാണിച്ചിട്ടുള്ളത് അതിൽ അയാളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് നിങ്ങളോട് തിരിച്ചു വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾ ചെയ്ത മിസ്റ്റേക്ക് ആണെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഈ ഒരു വ്യക്തി ഒരു കള്ളത്തരം പറയുകയോ അതല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോൾസ് ആയിരുന്നു നിങ്ങൾ. പക്ഷേ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിലോ എന്തോ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യുന്നു. കാരണം വെച്ചാൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അയാളിൽ നിന്നും ഇതേപോലത്തെ ഒരു നെഗറ്റീവ് ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പേഴ്സൺ നല്ലതുപോലെ കള്ളത്തരം പറയുകയോ കള്ളത്തരം കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നല്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ മേ ബി അയാൾക്ക് ചിലപ്പോൾ, എല്ലാ കേസിലും അല്ല, ചില കേസിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് ഫിസിക്കൽ റിലേഷൻ വരെയും ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം. അത് എല്ലാ കേസും അല്ല പറയുന്നത്. ചില റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ചിലപ്പോൾ വേറെ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയാനും പറ്റില്ല. പക്ഷേ എങ്കിലും വേറെ ആരോ ആയിട്ടൊരു ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല പോലത്തെ ഒരു എനർജി ഉണ്ട്. അത് എല്ലാ കേസിലുമല്ല, ചില കേസിൽ. പിന്നെ അതുപോലെ തന്നെ എന്തോ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു കള്ളത്തരം ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ, അതായത് ഇത്രയും നല്ല സ്ട്രോങ് എനർജി ആയിട്ട് ഇന്ന് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഭയങ്കരമായിട്ട് മാറി, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളും മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നു ആ ഒരു വ്യക്തിനെ. അയാളും അതേ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ എന്താണ് ഇങ്ങനെ എന്നോട് കാണിച്ചത് എന്ന് നിങ്ങളിപ്പോഴും നിങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്. ബിക്കോസ് നിങ്ങൾ അത്രയും ഒരു ഹയർ ലെവലിലാണ് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് എന്തോ നല്ല രീതിയിൽ ഒരു നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ.
അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി ഇത് തന്നെയാണ്. ഒരു ചീറ്റിംഗ് എനർജി നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ അയാൾ ലൈഫ് ലോങ് ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കുന്നതെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇൻ കേസ് ഒരു ടൈമിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എല്ലാ കേസും നമുക്ക് എടുക്കണ്ട, പക്ഷേ എങ്കിലും മിക്ക കേസുകളിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചീറ്റിങ്ങിൽ നിങ്ങൾ പൊക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളെ പറ്റി ചിലപ്പോൾ വളരെ മോശമായിട്ടും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് ചിലപ്പോൾ ആ ഒരു പേഴ്സണിനോടും ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളറിയാവുന്ന ആൾക്കാരോടൊക്കെ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടാണ് ആ ഈ ഒരു ബോണ്ട് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതായത് കൊണ്ടാണ് അയാൾ കൂടുതലും അവരിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് പോയതും ഈ ഒരു ചീറ്റിംഗ് ഒക്കെ നടക്കാനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയും, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല എന്ന തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കുകയും നിങ്ങളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവത്തില്ലായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ, പക്ഷേ നിങ്ങൾ തമ്മിൽ ഓൺലൈനിൽ നിങ്ങൾ കാണാറും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ വാട്സാപ്പും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണാം, നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുക, അതല്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. അതിനർത്ഥം നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ചെറിയ രീതിയിലുള്ളത് കൊണ്ട്, അപ്പം അതിൻ്റെ ആ ഒരു വലിച്ചിൽ കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മിണ്ടുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു പേഴ്സണും ഉള്ളതും നിങ്ങൾക്കും ഉള്ളത്. അത് ആ ഒരു സോൾ ലെവൽ കണക്ഷൻ ആയതുകൊണ്ടാണ്. പിന്നെ ആ ഒരു പേഴ്സൺ അറിയുന്നില്ല, ആ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആൾ ആ ഒരു പേഴ്സണെ ഒരുപാട് ട്രബിൾ ചെയ്യുന്നുണ്ട്. അയാൾ ഒരുപാട് നെഗറ്റീവ് രീതിയിലോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. സോ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു പേഴ്സണ് ചുറ്റും, അതായത് ഈ ഒരു വ്യക്തിക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും ഒരുപാട് നല്ല പവറും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്ത ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണ്. എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്തും എല്ലാം തന്നെ കൺട്രോൾ ചെയ്തും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു എനർജിയാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇയാൾ സ്വന്തമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇയാൾക്ക് ലൈഫിൽ നേടാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട്. ഇയാൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ഇയാൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇയാളുടെ ലൈഫ് ഇയാൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു ഇതിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അതായത് ഇയാൾ അറിയുന്നില്ല ഇയാൾ നെഗറ്റീവ്സിലോട്ടാണ് പോകുന്നത്, ഇയാൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇതാണ് എന്നൊന്നും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇയാൾ മാറി ഇയാൾ തിരിച്ചു വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു പാസ്റ്റ് കർമ്മയുടെ ഇതിലും അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകുന്നത്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് അയാൾക്ക് നിങ്ങളോട് വളരെയധികം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള എനർജറ്റിക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തേക്ക് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. പക്ഷേ ഗ്രാജുവലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലോട്ട് തിരിച്ചു വരും. ബിക്കോസ് അയാൾക്ക് തന്നെ ഇപ്പോൾ വെളിയിൽ അയാൾ ഒരു ഇതാണ് കാണിക്കുന്നതെങ്കിൽ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു ഇമോഷൻ, ഒരു കണക്ഷൻ നിങ്ങളോടുണ്ട് ആ ഒരു പേഴ്സണ്. അപ്പോൾ അയാൾക്ക് ശരിക്കും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അകന്ന് പോയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സായിട്ട് ആ ഒരു പേഴ്സണ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഗ്രാജുവലി മനസ്സിലായി വരുന്നുണ്ട് അയാൾ തെറ്റാണ് ചെയ്തതെന്നൊക്കെ അയാൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് അയാൾ ഒരുപാട് വിഷമിച്ച് മാറി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒരുപാട്. കോൺടാക്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഭാവിയിൽ കൊണ്ടുപോകും. ബിക്കോസ് അയാൾക്ക് അത്രയും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അയാൾക്ക് യൂണിവേഴ്സ് കൊടുക്കും. സോ ഇപ്പോഴത്തെ ഒരു ബ്രേക്ക് താൽക്കാലിക ടൈം മാത്രമാണ്. അയാൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ചാൻസസ് 100% ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിഷമിക്കുന്ന പോലെ ആ ഒരു പേഴ്സണും വിഷമിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.